ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 121 പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. 22-ന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം ഓരോ പൌരനിലുമുണ്ടാക്കിയ വേദനയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയ പ്രധാനമന്ത്രി നീതി നടപ്പാക്കപ്പെടുമെന്നും ഈ ആക്രമണത്തിലെ കുറ്റവാളികൾക്കും ഗൂഢാലോചനക്കാർക്കും ഏറ്റവും കഠിനമായ മറുപടി നൽകുമെന്നും ഉറപ്പു നൽകി. ഭീകരാക്രമണത്തിന്റെ ചിത്രങ്ങൾ കാണുമ്പോൾ ഓരോ ഭാരതീയന്റെയും രക്തം തിളയ്ക്കുന്നതായി പറഞ്ഞ പ്രധാനമന്ത്രി ഈ ആക്രമണം ഭീകരതയെ സ്പോൺസർ ചെയ്യുന്നവരുടെ നിരാശയും അവരുടെ ഭീരുത്വവുമാണ് കാണിക്കുന്നതെന്നും അഭിപ്രായപ്പെട്ടു. കശ്മീരിൽ സമാധാനം തിരിച്ചുവന്ന സമയത്ത് സ്കൂളുകളിലും കോളേജുകളിലും ഉന്മേഷം കൈവന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ അഭൂതപൂർവമായ വേഗത കൈവരിച്ചു. ജനാധിപത്യം ശക്തമായി. വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവുണ്ടായി. ജനങ്ങളുടെ വരുമാനത്തിൽ വർധനവുണ്ടായി. യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ഇത് രാജ്യത്തിന്റെ ശത്രുക്കൾക്ക്, ജമ്മു കാശ്മീരിന്റെ ശത്രുക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നും ഭീകരരും അവരുടെ നേതാക്കളും കശ്മീർ വീണ്ടും നശിപ്പിക്കപ്പെടണമെന്നാഗ്രഹിക്കുന്നതിന്റെ ഫലമാണ് ഈ ഗൂഢാലോചനയെന്നും അദ്ദേഹം അറിയിച്ചു. ഭീകരതയ്ക്കെതിരായ ഈ യുദ്ധത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ശക്തിയാണ് രാജ്യത്തിന്റെ ഐക്യവും 140 കോടി ഭാരതീയരുടെ ഐക്യദാർഢ്യവും. ഈ ഹീനമായ ഭീകരാക്രമണത്തെ ആഗോളതലത്തിൽ തന്നെ എല്ലാവരും ശക്തമായി അപലപിക്കുന്നുണ്ടെന്നും ഭീകരതയ്ക്കെതിരായ നമ്മുടെ പോരാട്ടത്തിൽ ലോകം മുഴുവൻ 140 കോടി ഭാരതീയർക്കൊപ്പം നിലകൊള്ളുന്നതായും അറിയിച്ച പ്രധാനമന്ത്രി ഇരകളുടെ കുടുംബങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് ഉറപ്പു നൽകുന്നതായും അറിയിച്ചു. इस जघन्य तरीके से किए गए आतंकी हमले की सबने कठोर निंदा की है. उन्होंने मृतकों के परिवारजनों के प्रति संवेदनाएं प्रकट की. पूरा विश्व आतंकवाद के खिलाफ हमारी लड़ाई में 140 करोड़ भारतीयों के साथ खड़ा है. मैं पीड़ित परिवारों को फिर भरोसा देता हूं, उन्हें न्याय मिलेगा, न्याय मिलकर रहेगा. इस हमले के दोषियों और साजिश रचने वालों को कठोरतम जवाब दिया जाएगा. ISRO മുൻ മേധാവിയും മഹാനായ ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ കെ കസ്തൂരിരംഗന്റെ നിസ്വാർത്ഥ സേവനവും രാഷ്ട്രനിർമ്മാണത്തിനുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകളും എന്നും ഓർമ്മിക്കപ്പെടുമെന്നറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിന്റെ ശാസ്ത്രം, വിദ്യാഭ്യാസം, ബഹിരാകാശ പദ്ധതി എന്നിവയെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിലുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകളെ അനുസ്മരിച്ചു. ഈ മാസം ആര്യഭട്ട ഉപഗ്രഹം വിക്ഷേപിച്ചതിന്റെ 50ാം വാർഷികം ആഘോഷിക്കുകയാണെന്നറിയിച്ച പ്രധാനമന്ത്രി രാജ്യത്തോടുള്ള ശാസ്ത്രജ്ഞരുടെ സമർപ്പണവും സേവന മനോഭാവവുമാണ് ആഗോള ബഹിരാകാശ ശക്തിയായി ഇന്ത്യയെ മാറ്റിയതെന്ന് അഭിപ്രായപ്പെട്ടു. ഇന്ന് ഭാരതം ഒരു ആഗോള ബഹിരാകാശ ശക്തിയായി മാറിയിരിക്കുന്നു. 104 ഉപഗ്രഹങ്ങൾ ഒരേ സമയം വിക്ഷേപിച്ചുകൊണ്ട് റെക്കോർഡ് സൃഷ്ടിക്കപ്പെട്ടു. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെത്തുന്ന ആദ്യ രാജ്യമായി നമ്മൾ മാറി. ചൊവ്വ ഭ്രമണപഥ ദൌത്യം, ആദിത്യ L1 ദൌത്യവും പരാമർശിച്ച പ്രധാനമന്ത്രി ഇന്ന് ലോകത്തിലെ പല രാജ്യങ്ങളും അവരുടെ ഉപഗ്രഹങ്ങൾക്കും ബഹിരാകാശ ദൌത്യങ്ങൾക്കും ISROയുടെ സഹായം തേടുന്നതായി അറിയിച്ചു. आने वाला समय स्पेस में बहुत सारी नई संभावनाएं लेकर आ रहा है. भारत नई ऊंचाइयों को छूने वाला है. देश गगनयान, स्पैडेक्स और चंद्रयान 4 जैसे कई अहम मिशन की तैयारियों में जुटा है. हम वीनस ऑर्बिटर मिशन और मार्स लैंडर मिशन पर भी काम कर रहे हैं. हमारे स्पेस साइंटिस्ट अपने इनोवेशन से देशवासियों को नए गर्व से भरने वाले हैं. ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്കും തുറന്നുകൊടുത്തതിന്റെ ഫലമായി ഇന്ന് രാജ്യത്ത് 325-ലധികം സ്പേസ് സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്നു. ഗഗൻയാൻ, സ്പാഡെക്സ്, ചന്ദ്രയാൻ 4 തുടങ്ങിയ നിരവധി സുപ്രധാന ദൌത്യങ്ങൾക്കായി രാജ്യം തിരക്കിലാണ്. രാജ്യം വീനസ് ഓർബിറ്റർ മിഷനിലും മാർസ് ലാൻഡർ മിഷനിലും പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ മാസം മ്യാൻമറിലുണ്ടായ ഭൂകമ്പത്തിൽ ദുരന്തം അനുഭവിച്ചവർക്കായി ഓപ്പറേഷൻ ബ്രഹ്മ ആരംഭിച്ചത് പരാമർശിച്ച പ്രധാനമന്ത്രി വ്യോമസേനയുടെ വിമാനങ്ങൾ മുതൽ നാവികസേനയുടെ കപ്പലുകൾ വരെ എല്ലാം മ്യാൻമറിനെ സഹായിക്കാൻ അയച്ചതായി അറിയിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ലോക സുഹൃത്തെന്ന നിലയിൽ ഭാരതത്തിന്റെ സന്നദ്ധതയും മാനവികതയോടുള്ള ഭാരതത്തിന്റെ പ്രതിബദ്ധതയും നമ്മുടെ മുഖമുദ്രയായി മാറുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സജീദ് ആപ്പിനെക്കുറിച്ച് സംസാരിച്ച പ്രധാനമന്ത്രി വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റ്, മണ്ണിടിച്ചിൽ, സുനാമി, കാട്ടുതീ, ഹിമപാതം, കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ് അല്ലെങ്കിൽ മിന്നൽ പോലുള്ള ദുരന്തങ്ങൾ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഈ ആപ്പിലൂടെ ലഭിക്കുമെന്ന് അറിയിച്ചു. കാലാവസ്ഥാ വകുപ്പുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഈ ആപ്പ് വഴി ലഭിക്കും. സജീദ് ആപ്പ്
പ്രാദേശിക ഭാഷകളിലും വിവരങ്ങൾ ലഭ്യമാക്കും. ഏവരും ഈ ആപ്പ് പ്രയോജനപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. और किसी भी प्राकृतिक आपदा से निपटने में बहुत अहम होती है आपकी अलर्टनेस, आपका सचेत रहना. इस अलर्टनेस में अब आपको अपने मोबाइल के एक स्पेशल ऐप से मदद मिल सकती है. ये ऐप आपको किसी प्राकृतिक आपदा में फंसने से बचा सकते हैं और इसका नाम भी है सचेत. सचेत ऐप भारत की नेशनल डिजास्टर मैनेजमेंट अथॉरिटी ने तैयार किया है. ഇന്ന് ഭാരതത്തിലെ യുവാക്കൾ സയൻസ്, ടെക്നോളജി, ഇന്നവേഷൻ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നതായും പിന്നാക്ക മേഖലകളിൽ പോലും യുവാക്കൾ അത്തരം മാതൃകകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ശാസ്ത്രത്തോടും നവീനാശയങ്ങളോടുമുള്ള ഈ വർദ്ധിച്ചുവരുന്ന താൽപര്യം ഇന്ത്യയെ പുതിയ ഉയരങ്ങളിൽ എത്തിക്കുമെന്ന വിശ്വാസവും അദ്ദേഹം പങ്കുവച്ചു. 140 കോടി ജനങ്ങൾ ഒരു പ്രചാരണത്തിന് ഒരുമിച്ചിറങ്ങുമ്പോൾ അതിന്റെ പ്രഭാവം വളരെ വലുതാണെന്നതിന് തെളിവാണ് ഏക് പേഡ് മാ കെ നാം എന്ന പ്രചാരണം എന്നും കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഈ പ്രചാരണത്തിന് കീഴിൽ രാജ്യത്തുടനീളം അമ്മയുടെ പേരിൽ 140 കോടിയിലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വനവൽക്കരണം എന്ന ലക്ഷ്യത്തിലൂന്നി തന്റെ 2 ഏക്കർ ഭൂമിയിൽ മിയാവാക്കി വനം സൃഷ്ടിച്ചെടുത്ത ശ്രീ M.R. ഹരി. തിരുവനന്തപുരം നഗരത്തിൽ നിന്നൊരു 12 കിലോമീറ്റർ മാറി പുളിയറക്കോണം എന്ന സ്ഥലത്ത് ഞാൻ 2006 ഒരു 2 ഏക്കറോളം സ്ഥലം, അതായത് ഒരുമിച്ച് മേടിച്ചല്ല, പലപ്പോഴായിട്ട് മേടിച്ചാണ്. വാങ്ങിച്ച ശേഷം അവിടെ പലതരത്തിലുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ നോക്കി. അതൊരു ചെരിഞ്ഞ പാറക്കെട്ടായിരുന്നു, അവിടെ വെള്ളമില്ലായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ പലതരത്തിലുള്ള വനവൽക്കരണ രീതികൾ പരീക്ഷിച്ചു നോക്കി, മുഴുവൻ കാടാക്കാനായിട്ട്. പക്ഷെ അതൊന്നും വിജയിച്ചില്ല. അപ്പോഴാണ് മിയാവാക്കി മാതൃകാ വനവൽക്കരണത്തെക്കുറിച്ച് കേൾക്കുന്നത്. 2017 ഞാനിത് തുടങ്ങുന്നത്, ഈ മിയാവാക്കി രീതി. ഇപ്പോൾ 6 വർഷം കൊണ്ട് അവിടെ സാമാന്യം നല്ല ഒരു വനം ഉണ്ടായിക്കഴിഞ്ഞു. അത് ചെറിയ ചെറിയ പോക്കറ്റുകളായിട്ട് കുന്നിൻ്റെ പല ഭാഗത്തായിട്ട് നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. ആ പ്രദേശത്തിൻ്റെ ഒരു സ്വഭാവം തന്നെ മാറ്റിയെടുക്കാനായിട്ട് അതുകൊണ്ട് സാധിച്ചു. മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ടെന്നതിന് ഉദാഹരണമായി കേരളത്തിലെ വയനാട്ടിലെ കുങ്കുമപ്പൂവ് കൃഷിയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശിച്ചു. വയനാട്ടിൽ ഈ കുങ്കുമപ്പൂവ് ഏതെങ്കിലും വയലിലോ മണ്ണിലോ വളർത്തുന്നില്ല, മറിച്ച് എയറോപോണിക്സ് ഉപയോഗിച്ചാണ് വളർത്തുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. വയനാട്ടിൽ കുങ്കുമപ്പൂ കൃഷി നടത്തുന്ന ശേഷാദ്രി ആകാശവാണിയോട്. സാഫ്രൺ എന്ന് പറയുന്നത് കേരളത്തിൽ വളർത്തുന്ന ഒരു ചെടിയല്ല. സാഫ്രൺ വളർത്തുന്നത്, അതിൻ്റെ കൾട്ടിവേഷൻ ചെയ്യുന്നത് വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിലാണ്. കാശ്മീരിലെ പാംപോർ എന്ന സ്ഥലങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഇന്ത്യയിൽ തന്നെ ഇതിൻ്റെ ഡിമാൻഡ് നോക്കുകയാണെങ്കിൽ 100 മുതൽ 120 ടൺ വരെയാണ് ഇതിൻ്റെ ഡിമാൻഡ് വരുന്നത്. പക്ഷേ നമുക്കിവിടെ സപ്ലൈ വരുന്നത് ആകെ 6 to 7 ടൺ മാത്രമേ സപ്ലൈ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഹൈ ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ, ബാക്കി 90% നമ്മൾ ഇറാനിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. കാശ്മീരി സാഫ്രൻ്റെ ക്വാളിറ്റീസ് നോക്കുകയാണെങ്കിലും കൂടുതലാണ് ഇറാനിയൻ സാഫ്രനെ കമ്പയർ ചെയ്യുമ്പോഴേക്കും. അതുകൊണ്ട് നമുക്കൊരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ബട്ട് നമുക്കിത് എല്ലാ സ്ഥലങ്ങളിലും കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ പുതിയൊരു ടെക്നോളജി വെച്ചിട്ട് നമുക്ക് ഭയങ്കര കൺട്രോൾഡ് എൻവയോൺമെൻറ്റിൽ ഇൻഡോറിൽ നമുക്കിത് വളർത്താൻ പറ്റും. ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ഉഷ്ണം, ഹ്യൂമിഡിറ്റി, പിന്നീട് ലൈറ്റ്, നമ്മുടെ വെളിച്ചം, ആർട്ടിഫിഷ്യൽ ലൈറ്റ് പ്രൊവൈഡ് ചെയ്തു, പിന്നെ കാർബൺ ഡയോക്സൈഡ്, ഇത് 4 കാര്യങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതിന് അഗ്രികൾച്ചറിനെ കൺട്രോൾഡ് എൻവയോൺമെൻറ്റ് അഗ്രികൾച്ചർ എന്ന് പറയുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു സ്മോൾ സ്കെയിൽ യൂണിറ്റാണ്. നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഫ്ലവറിങ്, നല്ല ഫ്ലവറിങ് കിട്ടിയായിരുന്നു. ഇതിൽ കൂടുതൽ ടെക്നോളജിയും കൂടുതൽ സ്റ്റഡീസും കാര്യങ്ങളും കൂടി വരുമ്പോഴേക്കും നമുക്കിത് ഒരു ലാർജ് സ്കെയിലിലോട്ട് ഡിപ്ലോയ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സാഫ്രൻ കൾട്ടിവേഷൻ, സാഫ്രൻ ഇന്ത്യയിൽ തന്നെ നമുക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ നീഡ് മീറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി നമുക്കുണ്ട്. സ്വാതന്ത്ര്യസമര സേനാനികളുടെ അനശ്വര പ്രചോദനങ്ങൾ നാം സജീവമായി നിലനിർത്തണമെന്നും അവരിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജം അമൃതകാലത്തിനായുള്ള പ്രതിജ്ഞകൾക്ക് പുതിയ ശക്തി നൽകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സ്വാതന്ത്ര്യസമരത്തിന് പുതിയ ആത്മവിശ്വാസം പകരുന്ന വിജയമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹമെന്നും അദ്ദേഹം അനുസ്മരിച്ചു. ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ച് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എഴുതിയ സത്യാഗ്രഹ ഇൻ ചമ്പാരൻ എന്ന പുസ്തകം എല്ലാ യുവാക്കളും വായിക്കണമെന്ന നിർദ്ദേശവും അദ്ദേഹം മുന്നോട്ടുവച്ചു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മെയ് 10 ഒന്നാം സ്വാതന്ത്ര്യസമരത്തിന്റെ വാർഷികമാണെന്ന് ഓർമ്മിപ്പിച്ച പ്രധാനമന്ത്രി ലക്ഷക്കണക്കിന് സ്വാതന്ത്ര്യസമര സേനാനികളുടെ അനശ്വര പ്രചോദനങ്ങൾ നാം സജീവമായി നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മൻ കി ബാത്തിന്റെ ഈ മാസത്തെ പതിപ്പ് അവസാനിപ്പിച്ചത്. നിങ്ങൾ കേട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 121 പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി.